വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്ന ഒന്നുമില്ല എന്ന് കർത്താവ് നമ്മളോട് പറയുക. നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആരും അറിയുന്നില്ല, അല്ലെങ്കിൽ മറച്ചു വെച്ച് നമുക്ക് ചെയ്യാം എന്നൊരു ചിന്ത നമ്മളിൽ നിന്ന് മാറ്റിക്കളയുക. നമ്മൾ കാണുന്നത്, നമ്മൾ ചെയ്യുന്നത് എല്ലാം ദൈവം കാണുന്നുണ്ടെന്നുള്ളതാണ്. എത്ര വലിയ തിന്മയായാലും എത്ര വലിയ കാര്യങ്ങളായാലും ഒരിക്കൽ എല്ലാവരും അറിയും. അതുകൊണ്ട് നമ്മൾ നിഷ്കളങ്കരായി ഒരു സുതാര്യമായി ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭർത്താവിൻ്റെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, ഞാൻ വിളിക്കപ്പെട്ട ആ വിളിയുടെ മുമ്പിൽ സുതാര്യമായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ആരും അറിയുന്നില്ല, എൻ്റെ മുറിയിൽ മാത്രമാണ് നടക്കുന്നുള്ളൂ, ഞാനിത് ആരും അറിയാതെയാണ് ചെയ്യുന്നത് എന്ന ചിന്തയൊക്കെ നമുക്കുണ്ടെങ്കിൽ ഓർക്കുക, ഇതൊക്കെ കർത്താവ് കാണുന്നുണ്ട്. ഒരിക്കൽ ഇതൊക്കെ നീ ഒളിപ്പിച്ച് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പുറത്തു വരുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മോഷണമാകാം, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ആരെങ്കിലും നശിപ്പിക്കുന്നതാകാം, ആരെങ്കിലും കുറിച്ചൊക്കെ തിന്മകൾ പറയുന്നതാകാം. ഇപ്പോൾ നമുക്കറിയാം 10-30 വർഷം മുമ്പ് ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞപ്പോൾ ആ കൊലപാതകം ഇപ്പോൾ തെളിവായിട്ട് വരുന്നു, കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വെളിച്ചത്ത് വരാതെ ഒന്നും രഹസ്യമായിട്ടില്ല. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഇത് നമ്മൾ ഭയങ്കര സത്യസന്ധന്മാരായിട്ടൊക്കെ ജീവിച്ചതിന് ശേഷം പിന്നെ സത്യം തുറന്നു വരുമ്പോൾ എല്ലാവരും നമ്മളെക്കുറിച്ച് പറയും, അയ്യേ എന്താ ഇവ കാണിച്ചതെന്ന് ചിന്തിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മുഖംമൂടി ധരിച്ച് രഹസ്യത്തിൽ ചെയ്യുന്ന വ്യക്തിയായിട്ട് നമ്മൾ ഒരിക്കലും മാറാതിരിക്കട്ടെ. ആത്മാർത്ഥതയുള്ള നല്ല വ്യക്തിത്വമായിട്ട് മാറാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം.